പ്രവാചക നിന്ദയുടെ പേരിൽ തലവെട്ടു ഭീഷണിയുള്ള നൂപുർ ശർമ്മ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്ന ഫോട്ടോകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിൽ എത്തിയിരുന്നതായി റിപ്പോർട്ട്. എല്ലാവരും നൂപുർ ശർമ്മയെ മറന്നിരിക്കുന്നതിനിടയിലാണ് പൊടുന്നനെ അവർ പ്രയാഗ്രാജിലെത്തി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തത്. ഫെബ്രുവരി 25-ന് മഹാകുംഭമേള അവസാനിക്കുന്നതിന് ഒരു ദിവസം മുൻപാണ് നൂപുർ ശർമ്മ പ്രയാഗ്രാജിൽ എത്തിയത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരെ നൂപുർ ശർമ്മയുടെ TV ചർച്ചയിലെ പരാമർശത്തെ ചൊല്ലി പരാതികൾ ഉയർന്നതോടെ ഇവരെ BJP പുറത്താക്കിയിരുന്നു. യുപിയിലെ ജ്ഞാൻവ്യാപി പള്ളിയിൽ മുസ്ലിങ്ങളുടെ നിസ്കാരക്കുളത്തിൽ ശിവലിംഗം കണ്ടതുമായി ബന്ധപ്പെട്ട് വിവാദം കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ഈ TV ചർച്ച. സുന്നി മുസ്ലിം പണ്ഡിതനായ അൽ ബുഖാരി പ്രവാചകനായ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയെക്കുറിച്ച് നൂപുർ ശർമ്മ TV ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശമാണ് വിവാദമായത്. ശിവനെയും ശിവലിംഗത്തെയും അധിക്ഷേപിച്ച് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരു മുസ്ലിം പണ്ഡിതൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വൈകാരികമായി നൂപുർ ശർമ്മ നടത്തിയ പ്രതികരണമാണ് വിവാദമായത്. വാസ്തവത്തിൽ താൻ ഒരു ഹദീസ് ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് നൂപുർ ശർമ്മ പറഞ്ഞത്. 2022-ലാണ് ഈ സംഭവം നടക്കുന്നത്. വാസ്തവത്തിൽ അരമണിക്കൂർ നീണ്ട ആ TV ചർച്ച കണ്ടാൽ അതൊരു വിവാദമായി തോന്നില്ലായിരുന്നു. പക്ഷെ നൂപുർ ശർമ്മയുടെ 2 സെക്കൻഡ് നീളുന്ന ആ പരാമർശം മാത്രം വെട്ടിയെടുത്ത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത് ഫാക്ട് ചെക്കിംഗ് നടത്തുന്നു എന്ന പേരിൽ BJP വിരുദ്ധ പ്രചാരണം നടത്തുന്ന മുഹമ്മദ് സുബൈറാണ്. ഇതോടെയാണ് ഇത് വിവാദമായത്. മുഹമ്മദ് സുബൈറിന്റെ ദുഷ്ടലാക്കോടെയുള്ള ഈ വീഡിയോ പ്രചരണത്തിൽ രാഷ്ട്രീയത്തിൽ കുതിച്ചു വരികയായിരുന്ന നൂപുർ ശർമ്മയുടെ ഭാവി കൊട്ടിയടക്കപ്പെടുകയായിരുന്നു. നല്ലൊരു പ്രാസംഗികയും പണ്ഡിതയുമായിരുന്നു അവർ. നിരവധി സംസ്ഥാനങ്ങളിൽ അന്ന് നൂപുർ ശർമ്മയ്ക്കെതിരെ നിരവധി കേസുകൾ ഉയർന്നു. സുപ്രീം കോടതി ആ കേസുകളൊക്കെ ദില്ലി പോലീസിന് കീഴാക്കിയിരുന്നു. പിന്നീട് നൂപുർ ശർമ്മ പരസ്യവേദികളിൽ പ്രത്യക്ഷപ്പെടാതെ സ്വകാര്യ ജീവിതം നയിക്കുകയായിരുന്നു. അതിനിടെ അവർക്ക് തോക്ക് ലൈസൻസ് നൽകിയതിന്റെ പേരിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ആത്മീയ ടൂറിസത്തിന് ഒരു പുതിയ ഉണർവ് നൽകിയിരിക്കുകയാണ് മഹാകുംഭമേള. മഹാകുംഭ 2025 ഉത്തർപ്രദേശിൽ ആത്മീയ വിനോദസഞ്ചാരത്തിന് പുതിയ വഴികൾ തുറന്നിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളമുള്ള 5 പ്രമുഖ മതകേന്ദ്രങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ 5 ആത്മീയ കവാടങ്ങൾ തുറന്നിരിക്കുകയാണ് UP സർക്കാർ. തീർത്ഥാടകരെ ഉത്തർപ്രദേശിലെ പുണ്യസ്ഥലങ്ങളിലേക്ക് സുഗമമായി എത്തിക്കുന്നതിനും ഈ മേഖലയിലെ ആത്മീയ വിനോദസഞ്ചാരത്തിന് വലിയ ഉത്തേജനം നൽകുന്നതിനും ഈ ഇടനാഴികൾ സഹായകരമാകുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. പ്രയാഗ്രാജിൽ നിന്ന് വിന്ധ്യാചൽ ദേവി ധാമിലേക്കും തുടർന്ന് കാശിയിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് 5 ആത്മീയ കവാടങ്ങളിൽ പ്രധാനം. പ്രയാഗ്രാജ്, അയോധ്യ, ഗോരഖ്പൂർ ഇടനാഴിയാണ് മറ്റൊന്ന്. ഈ ഇടനാഴി ശ്രീരാമനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെയും ഗോരഖ്നാഥ് പാരമ്പര്യത്തെയും ബന്ധിപ്പിക്കുന്നതാണ്. ഭക്തർക്ക് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്താം. ലത്തെ ഹനുമാൻ ക്ഷേത്രം, അക്ഷയ് വട്ട്, സരസ്വതി കൂപ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് രാംലല്ലയുടെ ദർശനത്തിനായി അയോധ്യയിലേക്കും പോകാനാകും. അയോധ്യയിൽ നിന്ന് ഭക്തർക്ക് ഗോരഖ്പൂരിലേക്ക് പോയി ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ അനുഗ്രഹം തേടാം. അതുപോലെ പ്രയാഗ്രാജ്, ലക്നൗ, നൈമിഷാരണ്യ ഇടനാഴിയാണ് മറ്റൊന്ന്. പ്രയാഗ്രാജിൽ നിന്ന് ലക്നൗ വഴി നൈമിഷാരണ്യയിലേക്ക് ഭക്തരെ കൊണ്ടുപോകുന്നത് ഈ വഴിയാണ്. 88,000 ഋഷിമാരുടെ ധ്യാന കേന്ദ്രം എന്നറിയപ്പെടുന്ന ഹിന്ദുമതത്തിലെ 88 പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നൈമിഷാരണ്യ ധാം. പ്രയാഗ്രാജ്, രാജ്പൂർ, ചിത്രകൂട് ഇടനാഴിയാണ് മറ്റൊന്ന്. കാമത്ഗിരി പർവ്വതം, രാംഘട്ട്, ഹനുമാൻ ധാര തുടങ്ങിയ പുണ്യസ്ഥലങ്ങളുള്ള ചിത്രകൂട് ധാമിലേക്ക് ഭക്തർക്ക് എത്താൻ ഈ ഇടനാഴി സഹായകരമാകും. എന്തായാലും കുംഭമേള ഉത്തർപ്രദേശിന് ഒരു പുതിയ ആത്മീയ ഉണർവ് നൽകിയതുപോലെ തന്നെ രാജ്യത്താകമാനം ജനങ്ങൾക്കിടയിലും ഒരു ആത്മീയ ഉണർവ് നൽകി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് മതത്തിലെ എന്ത് ഉത്സവങ്ങളാണെങ്കിലും ഇതുപോലെയുള്ള കൂടിച്ചേരലുകളാണ് എങ്കിലും ആത്മീയ ഉണർവ് നൽകുന്ന എന്തും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം മതേതരം എന്ന ആ ഒരു വിശേഷണത്തിന് പൂർണ്ണമായും അർഹമാവുക. അങ്ങനെ ഒരു നിലയിലേക്ക് നമ്മുടെ രാജ്യം അധികം വൈകാതെ എല്ലാ മതസ്ഥരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ രാജ്യം ഉയരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ.